ഈ ബന്ദി കൈമാറ്റം എന്ന് പറയുന്നത് മൂന്നാമത്തെ ബന്ദി കൈമാറ്റം ഇന്നലെ നടന്നു കഴിഞ്ഞു. അപ്പോൾ അതേക്കുറിച്ച് പലതരത്തിലുള്ള വിഷയങ്ങൾ വരുന്നുണ്ട്. ഈ ബന്ദി കൈമാറ്റത്തിന് തിരഞ്ഞെടുക്കുന്ന സ്ഥലം, അവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, അതിൻ്റെ ബാക്ക് ഡ്രോപ്പ്, അതിൽ ഓരോ സന്ദർഭവും. ഇപ്പോൾ ഇന്നലെ ബന്ദി കൈമാറ്റം നടന്ന 2 വേദികളിലായിട്ടാണ്. ഇങ്ങനെ 2 വേദികളിലായിട്ട് എന്തിനാണ് നടത്തുന്നത്? ഒന്ന് നടത്തുന്നത് എവിടെയാണ്? ജബാലിയ എന്ന് പറഞ്ഞാൽ ഈ യുദ്ധത്തിൽ ഏറ്റവും അധികം ആക്രമണം നടന്നുള്ള സ്ഥലമാണ്. ഒരു അക്ഷരാർത്ഥത്തിൽ ഒരു കെട്ടിടം പോലും ബാക്കിയില്ലാത്ത സ്ഥലമാണ്. ഒരു കെട്ടിടം പോലും ബാക്കിയില്ലാത്ത വിധം തരിപ്പണമാക്കുക നമ്മൾ പറയില്ലേ, ആ ശരിയാം വിധത്തിൽ തരിപ്പണമാക്കിയ നഗരമാണ് ജബാലിയ. ആ ജബാലിയയിലെ ഈ പറയുന്ന ഡെബ്രികൾക്കിടയിൽ നിന്നാണ് അവിടെയാണ് ബാനർ കിട്ടുന്നത്. ഒരു രാവിലെ നോക്കുമ്പോൾ എന്താണ്, അവിടെ പതാകകൾ നിറയുന്നു, ബാനർ നിറയുന്നു. ഖസാമിൻ്റെ ബ്രിഗേഡ്സ് വന്നിട്ട് ഒരു കോളം സൃഷ്ടിക്കുന്നു. പിന്നെ റെഡ് ക്രോസിൻ്റെ വണ്ടി വരുന്നു. എവിടെ നിന്നോ കുറച്ച് ആളുകൾ പൊന്തി വരുന്നു, ഈ അവശിഷ്ടങ്ങളിൽ നിന്ന് ആളുകൾ പൊന്തി വരുന്നു. ഇതെല്ലാം വീഡിയോഗ്രാഫ് ചെയ്യുന്നു. ഇതെല്ലാം ലൈവായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കൊടുക്കുകയാണ്. മറ്റൊരു ചടങ്ങ് നടക്കുന്ന എവിടെയാണ്? ഖാൻ യൂനിസിൽ യഹിയ സിൻവാറിൻ്റെ തകർക്കപ്പെട്ട വീട്ടിൻ്റെ മുന്നിൽ വെച്ച്. ഇതൊക്കെ സിംബോളിക്കായുള്ള കുറേ അധികം കാര്യങ്ങളാണ്. ഒരു തിയേട്രിക്സ്, ഏതോ നിലക്കുള്ള തിയേട്രിക്സ് രൂപപ്പെടുത്തുകയാണ്. ആരോടാണ് കമ്മ്യൂണിക്കേറ്റ്? ഇത് പല നിലക്കുള്ള കമ്മ്യൂണിക്കേഷനാണത്. ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിക്കേഷൻ ഇസ്രായേലിന് തന്നെയാണ്. ഇത് ഞങ്ങളിവിടെ തന്നെയുണ്ട്, ഞങ്ങൾ പഴയ മിലിറ്ററി ഫാറ്റിക്സിൽ, പഴയ ഓർഡറിൽ ഞങ്ങൾ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് ഇവിടെയുണ്ട്. ഞങ്ങൾക്കൊരു ഇവൻറ്റ് സംഘടിപ്പിക്കാൻ അത് ഏറ്റവും മികച്ച ഒരു റൺ ഡൗണിൽ ഒരു ഇവൻറ്റ് സംഘടിപ്പിക്കാൻ ഞങ്ങൾക്കത് സാധിക്കുന്നു. പ്രത്യേകിച്ച് ഐ ഡി എഫിനെ കുറിച്ച് അവർ സാധാരണ പറയുന്ന ഒരു പേരുണ്ട്, ഇസ്രായേൽ ഡയപ്പർ ഫോഴ്സ് ആണ് അവർ പരിഹസിച്ച് പറയാറുള്ളത്. നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ സർവായുധങ്ങളും ഉപയോഗിച്ച് പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ച ആളുകളുണ്ടല്ലോ, അവരെ ഞങ്ങൾ കൊണ്ടുവരികയാണ്. നിങ്ങൾ തകർത്ത ഈ കെട്ടിടങ്ങൾക്കിടയിൽ നിന്ന് അവർ പൊങ്ങി വരികയാണ്. അത് ഹ്യൂമിലിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇസ്രായേലിനെ ഹ്യൂമിലിയേറ്റ് ചെയ്യുക, നെതന്യാഹുവിനെ ഹ്യൂമിലിയേറ്റ് ചെയ്യുക, ഇസ്രായേലിന് മേൽ മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു വിജയം നേടിയെടുക്കുക എന്നുള്ളതാണ് ഇസ്രായേലിനുള്ള മെസ്സേജാണ് ഒന്നാമത്.